Amritsveni Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Okay, judges. Yes. നമുക്കൊരു പാട്ട് സെലക്ട് ചെയ്യാൻ സമയമായിരുന്നു. Yes, jukebox റൗണ്ടിൽ പാടാൻ വരുന്നു കീർത്തി. നോക്കാം നമുക്ക്. നോക്കാം. ഏത് നമ്പറാ കീർത്തി ചൂസ് ചെയ്യാ? ഏത് പാട്ടാണ് അതിൽ വരാ? 2 ഏത് പാട്ടാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വെരി ഗുഡ്. അല്ലേ? ട്രൈ ചെയ്യാൻ സൂപ്പർ. അടിപൊളി. പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളെ ചെമ്മാനപ്പൂമുറ്റം നിറയെ മണിമഞ്ചാടി വാരിയെറിഞ്ഞോളെ കവിൾത്തടമോടി പിന്നുകളിലകിയ പൊന്നരയോടി കുങ്കുമമിട്ട കവിൾത്തടമോടി പിന്നുകളിലകിയ പൊന്നരയോടി മഞ്ഞളണിഞ്ഞൊരു പൂമയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ കണ്ണി കണ്ണാടി തിങ്കൾ കണ്ണാടി തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നാടോടി കഥയുടെ വണ്ണാത്തി പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് തിരുവാതിരയിൽ ശ്രീ പാർവതിയ പെണ്ണേ നീ രാത്രിയിലാരെ തേടുന്നു ശ്രീമംഗലയ വനമല്ലികയ പൂമാലക്കാവിൽ നീ ഇന്നെന്തിനു വന്നു തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നാടോടി കഥയുടെ വണ്ണാത്തി പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത്
നാസികയിൽ നിറദീപവുമാ കളിയാട്ടക്കടവിൽ നീയാരെ തിരയുന്നു അണിമേ നിറയെ അലങ്കാരവുമാ ഏകാകിനിയായി നീ ഇന്നാരെ തേടുന്നു. പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത്. നൈസ് മോളെ. കീർത്തി, എന്തോ ചേച്ചി എങ്ങനെയുണ്ടായി ജൂക്ക് ബോക്സ് റൗണ്ട്? നല്ലതായിരുന്നു, കുഴപ്പമില്ല. ചോദിക്കാം നമുക്ക്. ചേച്ചി, നല്ല പാട്ട് സെലക്ഷൻ. ഓ, ആ സെലക്ഷൻ ഒരു വലിയ കൈഡി. മോളെ പാട്ട് നന്നായി പാടി. താങ്ക് യു ചേച്ചി. സ്പെഷ്യലി ദാസേട്ടൻ പാടിയ പാട്ടുകളാകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്പെഷ്യലി ബേസ് റേഞ്ചൊക്കെ ചില ഭാഗങ്ങൾ അദ്ദേഹം പാടുന്ന കേൾക്കുമ്പോഴേ നമ്മൾ വേറെ തന്നെ ഒരു ലോകത്തെത്തും. ഇതിനകത്ത് മോളൊരു ബേസ് പോകുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, ശ്രീമംഗല. അതൊന്ന് പാടുമല്ലോ അതിന്. അതെനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവാമെന്ന് തോന്നിയിരുന്നു. തിരുവാതിരയിൽ ശ്രീ പാർവതിയായി പെണ്ണേ നീരാത്രിയിലാരെ തേടുന്നു ശ്രീമംഗളന്നു. ഇതൊക്കെ കംപ്ലീഷൻ വേണം അവിടെ. അപ്പൊ ഇതൊക്കെ എന്താ പറ്റുന്ന വെച്ചാൽ തിരുവാതിരയിൽ ഇല്ല് ഫിനിഷ് ആവണം. അതേപോലെ അതിന്റെ നെക്സ്റ്റ് എന്താണത്, ശ്രീ പാർവതിയായി. ഈ പറഞ്ഞ ഗ്ലൈഡ്സില്ലേ, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു പ്രാവശ്യം ഓർക്കുന്നു. ഇങ്ങനെ ഈ ഗ്ലൈഡ്സ് ഒക്കെ 2 വർഷം എടുത്തിട്ടാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് അത് പാകപ്പെടുത്തിയതെന്നുള്ളത്. അപ്പോൾ എന്തുമാത്രം അദ്ദേഹം അത് ക്ലാരിറ്റി വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഗ്ലൈഡ്സ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബ്യൂട്ടി, അത് ആ ശബ്ദത്തിലുള്ളൊരു മാജിക്കാണ്. അപ്പോൾ ഇതിൽ മോള് ആ കംപ്ലീഷൻ ഒന്ന് വരുത്താമായിരുന്നു എന്ന് തോന്നി. ബാക്കിയൊക്കെ മോള് നന്നായിട്ട് തന്നെ പാടിയപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ദാസേട്ടൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഈ പാട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് വരും. ആര് ഈ പാട്ട് പാടിയാലും നമുക്ക് ദാസേട്ടനെയാണ് ഓർമ്മ വരുന്നത്. അപ്പം പക്ഷെ മോളുടെ വോയിസിൽ ഇത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല ആസ്വദിച്ച് പാടി. ഇത് സ്കെയിൽ കുറച്ചോ? അരക്കട്ട കുറച്ചു. എനിക്കൊന്നും അത് കുറയ്ക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ആ ബേസ് റേഞ്ച് കുറച്ചുകൂടി ഈസിയർ ആയനെ മോൾക്ക്. ഇത് കുറച്ചപ്പോഴത്തേക്കാണ് അവിടെ ഒരു ക്ലാരിറ്റി, ഒരു ഡെഫിനിഷൻ കുറവ് പോലെ എനിക്ക് തോന്നി. അല്ലാതെ ഇറ്റ് ഇസ് നൈസ് അറ്റംപ്റ്റ്. നന്നായി തന്നെ പാടി മോൾ. താങ്ക് യു ചേച്ചി. ശരത് സർ, ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു? ഇല്ല സർ. പറയൂ. ഇത് കളിയാട്ടം എന്ന മൂവിയിലെ സോങ് ആണ്. ഇതിന്റെ മ്യൂസിക്കും ലിറിക്സും ചെയ്തിരിക്കുന്നത് കൈതപ്പുറം സാറാണ്, പാടിയിരിക്കുന്നത് യേശുദാസ് സാർ. കീർത്തി, ചില മെന്റൽ ബ്ലോക്ക് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വണ്ണാത്തി പുഴയുടെ തീരത്ത്, ഈ തീരത്ത് പാടാൻ എന്താണ് കീർത്തിക്കുള്ള ഒരു ബുദ്ധിമുട്ട്? പുഴയുടെ തീരത്ത് അത്രയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്തത് നേരത്ത്, അത് ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്. അവിടെ വരുമ്പോൾ എന്തോ ഒരു പിടുത്തം. നമുക്കത് കൃത്യമായിട്ട് അത് കൂളായിട്ട് പാടിയാലോ. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് അത്ര ഉള്ളിപ്പോ ശരിയായല്ലോ. കുങ്കുമമിട്ട കവിൾ തടമോടെ. അത് കുങ്കുമമിട്ട ആണോ? ഏതാ? കുങ്കുമമിട്ട കവിൾ തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ
ഓക്കേടാ ഓക്കേടാ. അത് ഒന്ന് മാറ്റിക്കോണം കേട്ടോ. ഇപ്പൊ Okay, പിന്നെ മഞ്ചേരി പറഞ്ഞ ആ ഏരിയ, ആ ലോ പോർഷൻ ഫിനിഷ് ചെയ്യണം അവിടെ. ഓക്കെ അത് ഫിനിഷ്, അത് കൃത്യമായി വന്നാലേ അതിനൊരു സുഖമുള്ളൂ. അതേ ഉള്ളൂ. പിന്നെ നിലാവിലൊരുങ്ങി മയങ്ങണ കാ വണ്ണാത്തി, നിലാവിലൊരുങ്ങി മയങ്ങണ കാ ആണോ? കാ എന്താ? കാക്കയുടെ കായോ? കണ്ണേ. അപ്പൊ കണ്ണേ കേക്കണ്ടേ? നിലാവിലൊരുങ്ങി മയങ്ങണ കാ വണ്ണാത്തി. അങ്ങനെ മതിയോ? അല്ലേ സാർ? ഞാൻ റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോയിൽ ഭയങ്കര ലീക്കുള്ള എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ്. റെഡി സാർ? 1 2 3. കാക്കയുടെ ശബ്ദം 1 2 3. അതൊക്കെ ലീക്കുണ്ട്. ഓർക്കസ്ട്ര വായിക്കുമ്പോൾ കേൾക്കത്തില്ല, അല്ലാത്തപ്പോൾ കാക്കയും പൂച്ചയൊക്കെ കേൾക്കും. അതാ സ്റ്റുഡിയോ ഇപ്പൊ ഇല്ല. എന്റെ പലവട്ടത്തിലൊക്കെ കാക്കയും പൂച്ചൊക്കെ ഉണ്ട്. ആണോ? പിന്നെ അത് വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തു. സൗണ്ട് മെറ്റീരിയലും ഇല്ല, ഒന്നുമില്ല. അതാ ഇല്ല, അത് പറഞ്ഞു. മറ്റേ എനിക്ക് അങ്ങേര് പറഞ്ഞായിരുന്നു, ബിജു ജെയിംസ് വളരെ മനോഹരമായിട്ട് പൂച്ചയുടെയും കാക്കയുടെ ഒക്കെ ശബ്ദം അതിനകത്ത് സന്നിവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്ത ഒരു പാട്ടിനകത്ത് കോളിംഗ് ബെൽ ഉണ്ടായിരുന്നു. അല്ല, ചില സമയത്ത് ഇതും ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫൈ ചെയ്യും കേട്ടോ. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഏതോ ഒരു സിംഗർ പാടുന്ന സമയത്ത് കൃത്യമായിട്ട് അയാൾക്കൊരു മെസ്സേജ് വന്നു, ടിങ്. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? ഒരു മാറ്റി വരാൻ. മാറ്റി വരാൻ ഇത് ഇനി പാടുമ്പോ ശരിയാക്കാൻ വേണ്ടി ഒന്നുമല്ല. കീർത്തി കരയാതിരിക്കാൻ വേണ്ടിയാണ് ഇമാതിരിയുള്ള തമാശകൾ ഞങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞത്. ഇതൊന്നും നടന്നിട്ടുള്ള കാര്യങ്ങളുടെ വെറും പച്ചക്കള്ളങ്ങളായിരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. എന്തോ സർ? നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്കും ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ എൻഡിങ്സ് ഭയങ്കര അബ്രപ്റ്റ് ആയിട്ട് എൻഡ് ചെയ്യുന്നത് പോലെ തോന്നി. കംപ്ലീഷൻ വരുന്നില്ല പല വാക്കുകൾക്കും. കാരണം അറ്റ്ലീസ്റ്റ് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ഇംപ്രഷൻ കംപ്ലീറ്റ് അങ്ങ് മാറും. ഇത് എല്ലാം ഈ എൻഡ് വരുമ്പോഴും ഇങ്ങനെ കട്ടായി 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 ഇങ്ങനെ പോകും. അതുകൊണ്ട് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൂക്കടപ്പ് വന്ന സമയത്ത് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഈ കംപ്ലീഷൻ മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ വില്ലൻ. അതർവൈസ് നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഈ പറഞ്ഞ പോലെ നിലാവ് ഒരുങ്ങി മയങ്ങണ കണ്ണ, അതന്നെ ക്ലാരിറ്റി. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബ്രെത്ത്, ട്രൈ യോഗ, ഇങ്ങനെയുള്ള ഇതിന് ഒരുപാട് എക്സസൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരത് സാർ 9.2. താങ്ക് യു സർ. ചേച്ചി കീറ്റു എന്തോ? ഭാഗ്യാത ലക്ഷ്മി ബാരമ്മ നമ്മമ്മനി സൗഭാഗ്യാത ലക്ഷ്മി ബാരമ്മ. 9.2. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ഷാനിക കീറ്റു. ഓക്കെ, സോ ടോട്ടൽ 18.4. താങ്ക് യു. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ.